എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ന്യൂസിലൻഡ് ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ്. ഈ ക്രിസ്മസ് ഹോളിഡേയ്സിൻ്റെ സമയത്താണ് നമ്മൾ ഈ ഒരു യാത്ര പോയത്. അപ്പോൾ നമ്മൾ ഡിസംബർ 24 നമ്മളിവിടെ മെൽബണിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ മെൽബൺ ടു ക്രൈസ്റ്റ് ചേർച്ചാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടാണ് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തത്. 24 ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ലേറ്റ് ആകുമെന്നൊക്കെ വിചാരിച്ചു. എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു. എല്ലാം ഓൺ ടൈം ആയിട്ട് നടന്നു. ജെറ്റ് സ്റ്റാറിൻ്റെ ഫ്ലൈറ്റിനാണ് നമ്മൾ പോയത്. ചെക്കിനും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിരുന്നു. നമ്മൾ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്താൽ പിന്നെ ബാഗേജ് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. ഇവരാണെങ്കിലും വളരെ മിനിമൽ സ്റ്റാഫിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 1 അവറിനുള്ളിൽ തന്നെ നമ്മൾ ബാഗേജൊക്കെ ഡ്രോപ്പ് ചെയ്ത് സെക്യൂരിറ്റി ചെക്കിനും കഴിഞ്ഞ് ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ന്യൂസിലൻഡ് നമുക്ക് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 3 മണിക്കൂർ നേരത്തെ എത്തി. ഈ ഒരു സമയമായതുകൊണ്ട് കുറച്ചുകൂടെ തിരക്ക് നമ്മൾ പ്രതീക്ഷിച്ചു. അങ്ങനെ ഭയങ്കര തിക്കും തിരക്കൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ബാഗേജൊക്കെ ഡ്രോപ്പ് ചെയ്ത് സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ഒന്ന് കറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു കോഫിയൊക്കെ മേടിച്ച് അങ്ങനെ ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നു. ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു. നമ്മൾ ടസ്മാൻ സീ ക്രോസ് ചെയ്തിട്ടാണ് ന്യൂസിലൻഡിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ടസ്മാൻ സീയിലെ വിൻഡ് ന്യൂസിലൻഡിലോട്ട് പോകുന്ന ഫ്ലൈറ്റ്സിന് അനുകൂലമാണ്. അതുകൊണ്ട് നമ്മുടെ ട്രാവൽ ടൈം കുറച്ച് കുറവാണ്. ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു 45 മിനിറ്റ്സോളം എക്സ്ട്രാ ട്രാവൽ ടൈം ഉണ്ട്. അതുകൊണ്ട് ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയെങ്കിലും ലാൻഡിംഗ് ഒക്കെ ഓൺ ടൈമായിരുന്നു. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണെങ്കിലും വെള്ളമോ ഫുഡോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ജെറ്റ് സ്റ്റാറൊക്കെ വളരെ ലോ ബഡ്ജറ്റ് ഫ്ലൈറ്റ്സാണ്. ന്യൂസിലൻഡ് ശരിക്കും നമുക്കൊരു 3.5 മണിക്കൂർ ഫ്ലൈയിങ് ടൈമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സമയമൊക്കെ ആയപ്പം അത്യാവശ്യം നല്ല ടിക്കറ്റായിരുന്നു. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു 2 വീക്സ് മാൻഡേറ്ററി ഷട്ട് ഡൗൺ ആണ്. നമ്മൾ ആ ഒരു സമയത്ത് എന്താണെങ്കിലും ലീവ് എടുക്കണം. പിന്നെ മക്കൾസിനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ സമ്മർ വെക്കേഷനാണ്. അപ്പോൾ ഈ ഒരു സമയമാണ് നമുക്കിവിടെ ട്രാവലൊക്കെ ചെയ്യാൻ പറ്റിയ സമയം. ന്യൂസിലൻഡിലാണെങ്കിലും ഡിസംബർ ഫെബ്രുവരി സമ്മർ. അപ്പോൾ നമ്മൾ ആ ഒരു വാം വെതറിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാണ് ഏറ്റവും നല്ലൊരു സമയം കേട്ടോ. ലാൻഡിംഗ് ഒക്കെ കഴിഞ്ഞ് ബാഗേജൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ പിന്നെ പുറത്ത് വന്നു. ഒന്നും എവിടെയും ഡിലേ ഒന്നും ഉണ്ടായില്ല. എല്ലാം ഓൺ ടൈം ആയിരുന്നു. ന്യൂസിലൻഡ് ഈ പറയും പോലെ ഫുഡ് കൊണ്ടുപോകാൻ അത്യാവശ്യം നല്ല റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് അങ്ങനെ കാര്യമായിട്ടൊന്നും കൊണ്ടുപോയില്ല. കുറച്ച് സ്നാക്സ് മാത്രമേ കൊണ്ടുപോയുള്ളൂ. ന്യൂസിലൻഡിലെ ട്രാവലിന് വേണ്ടിയിട്ട് നമ്മളൊരു കാറ് റെൻറ്റിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാർ റെൻ്റൽ കമ്പനി അവർ എയർപോർട്ടിൽ നമുക്ക് പിക്കപ്പും ഡ്രോപ്പ് ഓഫും തരും. അപ്പോൾ അവരിവിടുന്ന് പിക്ക് ചെയ്തിട്ട് കാർ എവിടെ നിന്നാണോ നമ്മൾ പിക്ക് ചെയ്യുന്നത് അവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ കാറ് പിക്ക് ചെയ്തിട്ട് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലത്തെ ഒരു വാനിലാണ് നമ്മൾ കൊണ്ടുപോയത്. എല്ലാം ഓൺ ടൈം ആയിരുന്നു. നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ തന്നെ ഇവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ആ ഒരു കാർ റെൻ്റലിൻ്റെ ആ ഒരു സ്ഥലത്തെത്തിയപ്പം ഇത് വലിയൊരു കാർ പാർക്കിംഗ് ഏരിയ ആണ്. ഒരുപാട് റെൻ്റൽ കാർസ് ഉണ്ട്. എല്ലാം റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് അവിടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് ലൈസൻസൊക്കെ കാണിച്ച് അവർ നമുക്ക് കാറ് തന്നു. ഒരു ഡിലേ ഒന്നും ഉണ്ടായില്ല. നമ്മുടെ ഫ്ലൈറ്റ് മെൽബൺ ടൈം ഉച്ചയ്ക്ക് 12:15 ന്യൂസിലൻഡ് 2 hours അഹെഡ് ഓഫ് മെൽബൺ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു 5:30 അപ്പോൾ നമ്മൾ ഈ കാറൊക്കെ കളക്ട് ചെയ്ത് ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു 6:37 ആയി. അപ്പോൾ നമ്മൾ ഇന്ന് ക്രൈസ്റ്റ് ചേർച്ചിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെയാണ് നമ്മുടെ ആക്ച്വൽ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിതൊരു മോട്ടൽ അങ്ങനെയാണ് ബുക്ക് ചെയ്തത്. പക്ഷേ നല്ല അടിപൊളി അക്കോമഡേഷൻ ആയിരുന്നു. ചെറിയൊരു വീട് പോലെ കിച്ചനും ലിവിങ് റൂമും അതുപോലെ 2 ബെഡ്റൂമും ഒക്കെ ആയിട്ട് നല്ലൊരു സ്റ്റേ ആയിരുന്നു. അതുപോലെ ബാക്ക് യാർഡിലും സ്ഥലമുണ്ട്. പക്ഷേ നമ്മൾ ജസ്റ്റ് ഈ ഒരു നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യുന്നുള്ളൂ. എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ ഒരു ദിവസത്തിൻ്റെ ആ ഒരു ക്ഷീണം മുഴുവൻ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് കയറുമ്പോൾ അത്യാവശ്യം ഒരു നല്ല അക്കോമഡേഷൻ ആണെങ്കിൽ നമുക്കതൊരു ഭയങ്കര സന്തോഷമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നല്ല സന്തോഷം തോന്നിയ ഒരു അക്കോമഡേഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ചെക്കിനൊക്കെ ചെയ്തിട്ട് ഇന്ന് 24 ഡിസംബറാണ്. അപ്പോൾ നാളെ എല്ലാ കടകളും തന്നെ അവധിയായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് എസെൻഷ്യൽസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. നമ്മളിവിടെ ബർഗർ കിങ്ങിൽ നിന്നും ബർഗർ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നോർത്ത് ലാൻഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിംഗ് മോളാണ്. അവിടെ പോയി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് റെസ്റ്റൊക്കെ എടുത്ത് അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേ. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 2 ഇൻ ന്യൂസിലൻഡാണ്. നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇന്ന് നമ്മൾ പോകുന്നത് ആദ്യം നമ്മൾ പോകുന്നത് രക്കായ ഗോർജ് വോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തോട്ടാണ്. അങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ട്വിസൽ പിന്നെ ലേക്ക് ടെക്കാപ്പു അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ട്വിസലിലാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പം സീരിയൽ, ബ്രെഡ്, എഗ്ഗ് ഇതാണ് നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളെപ്പോഴും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങും. ലഞ്ച് പുറത്തുനിന്നായിരിക്കും ഉറപ്പായിട്ടും. ഡിന്നർ സാധാരണഗതിയിൽ ഈ പറയും പോലെ വീണ്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യും. പക്ഷേ ഈ ഒരു യാത്രയിൽ മിക്കവാറും പുറത്തുനിന്നായിരുന്നു.
നമ്മൾ ജസ്റ്റ് ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമുക്കൊരു 1.25 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഇവിടെ നല്ല പ്ലസൻ്റ് ആൻഡ് സണ്ണി വെതറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. ഇനി നമ്മൾ പോകുന്ന സ്ഥലത്ത് നല്ല തണുപ്പും ചെറിയ മഴയൊക്കെയാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് വെതറെന്ന് നമുക്ക് നോക്കാം. ഹലോ, എങ്ങനെയുണ്ട് നമ്മുടെ യാത്ര? നൈസ് ആണോ? നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. ഹായ് അനി. നമ്മൾ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്നും രക്കായ ഗോർജ് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ റോഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ SH76, 77 ആ ഒരു റൂട്ട് വഴിയാണ് പോകുന്നത്. അതാണ് ഇൻലാൻഡ് സീനിക് ഡ്രൈവ്. ഈ ഡ്രൈവിൻ്റെ തുടക്കത്തിൽ അങ്ങനെ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നുമില്ല, നല്ലൊരു സീനിക് ഡ്രൈവ് അത്രയേ നമുക്ക് തോന്നിയുള്ളൂ. പക്ഷേ കുറച്ച് നമ്മളങ്ങ് ചെല്ലുമ്പോഴത്തേക്കും ഈ ഭൂപ്രകൃതിയൊക്കെ അങ്ങ് മാറി മാറി വരും. നമ്മളപ്പോൾ അങ്ങനെ സീനിക് റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ കുറച്ച് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ്. മെൽബണിലൊക്കെ കാണുന്ന ഒരു ഡ്രൈവിനേക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവാണ്. വലിയ മലനിരകളും കുറേ പച്ചപ്പും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ സീനിക് ഡ്രൈവാണ്. നമ്മൾ വരുന്ന വഴി നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ അങ്ങനെ നിർത്തിയതാണ്. റോഡിൻ്റെ അടുത്ത് കറക്റ്റ് ഇങ്ങനെ വണ്ടി നിർത്താനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ രക്കായ ഗോർജിൻ്റെ പാർക്കിങ്ങിൽ വന്നിരിക്കുകയാണ്. വലിയ പാർക്കിംഗ് ഒന്നുമില്ല, കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ പാർക്കിങ്ങിന്. അപ്പോൾ ഇവിടെ ഒരു 4-5 വണ്ടിയുണ്ട്, പിന്നെ അവിടെ ഒരു 4-5 വണ്ടി ഇടാനുള്ള പാർക്കിംഗ് ഉണ്ട്. പിന്നെ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഇന്നിപ്പം ചെറുതായി മഴ പെയ്യാൻ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വെതർ ഫോർകാസ്റ്റിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു മഴയുണ്ടാകുമെന്ന്. നമ്മളത് എക്സ്പെക്റ്റ് ചെയ്താണ് വന്നത്. പെരുമഴയൊന്നും പെയ്യാതിരുന്നാൽ നമുക്ക് കുറച്ച് നേരം ഇവിടെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് പിക്നിക് ടേബിൾസും നല്ല ചെറിയ ഭംഗിയുള്ള ഒരു സ്ഥലം, അതുപോലെ ടോയ്ലറ്റ്സൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിനി ഇവിടെയൊക്കെ നടന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. ഇതാണ് രക്കായ റിവർ. അപ്പോൾ ഇതിനോട് ചേർന്നിട്ടാണ് ഈ രക്കായ വോക്ക് വേയും കാര്യങ്ങളുമൊക്കെ. അപ്പം ചെറിയ രീതിയിൽ മഴ പൊടിയുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് വോക്ക് വേ ഒന്നും ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല. നമുക്ക് ആ ബ്രിഡ്ജിൽ പോയി നിന്നിട്ട് ഈ വ്യൂസ് കാണാനായിട്ട് പറ്റും. നമ്മൾ അങ്ങോട്ടൊന്ന് പോയാലോ എന്ന് ഓർത്തിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതാണൊരു ലൈറ്റ് ടീൽ കളർ അല്ലേ, അങ്ങനത്തെ ഒരു കളറാണ് ഈ ഒരു വെള്ളത്തിന്. ഈ റിവർ വാട്ടറിലൊക്കെ ഗ്ലേഷ്യൽ റോക്കിൻ്റെ പൊടിയുണ്ട്, അതാണ് ഈ കളറ് നൽകുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നല്ല ക്ലിയർ സ്കൈ ആൻഡ് വെതർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല അടിപൊളി ബ്ലൂ ആയിരിക്കും. ചെറിയ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു കുടയൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ മേലെ പോയി നിന്നിട്ട് അവിടെ നിന്നുള്ള വ്യൂസൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ നമുക്കൊരു ഗോർജ് വോക്ക് ഉണ്ട്, അത് നല്ല അടിപൊളിയാണ്. നമുക്ക് ഈ ഒരു റിവറിൻ്റെ മൗണ്ടൻസിൻ്റെ ഒക്കെ കുറച്ചും കൂടെ നല്ല വ്യൂസ് കിട്ടും. നമുക്ക് വെതർ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കതൊന്നും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഇവിടെ നിന്നുള്ളൊരു വ്യൂ തന്നെ ഭയങ്കര രസമാണ്. നമ്മൾ കാണാത്ത രീതിയിലുള്ളൊരു ലാൻഡ്സ്കേപ്പും ആ റിവറാണെങ്കിലും പല കൈവഴികളായിട്ട് അങ്ങനെ ഒഴുകുന്നതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. ഇനി നമ്മൾ ലേക്ക് ടെക്കാപ്പൂയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2.25 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനിക് ഡ്രൈവാണ്. നമുക്ക് അവിടെ കുറച്ച് മഴയായിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും നല്ല സണ്ണി ആയിട്ടുണ്ട്. വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു, നല്ല പ്ലസൻറ്റ് വെതറാണ്. ഇപ്പോൾ ലേക്ക് ടെക്കാപ്പൂരും കുറച്ച് തണുത്ത വെതറാണെന്നാണ് വെതർ ഫോർകാസ്റ്റിൽ കാണുന്നത്.
നമ്മൾ പോകുന്ന വഴി ഫെയർലി എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ടൗണിൽ നമ്മൾ എണ്ണ അടിക്കാനൊക്കെ വേണ്ടിയിട്ട് നിർത്തി. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു കഫേ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കോഫിയും സാൻഡ്വിച്ച്, ബർഗർ, അങ്ങനെ അത്യാവശ്യം ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു റീസണബിൾ പ്രൈസ് ആയിട്ടാണ് നമുക്ക് തോന്നിയത് കേട്ടോ. ന്യൂസിലൻഡ് എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും കുറച്ച് എക്സ്പെൻസീവ് ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ നമുക്കങ്ങനെ ഒത്തിരി ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടും തോന്നിയില്ല. ചില സാധനങ്ങൾ കുറച്ച് പ്രൈസിയാണ്. പക്ഷേ അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് സാധാരണ ഷോപ്പുകളുണ്ട്. നമുക്ക് സാൻഡ്വിച്ചോ ബർഗറോ ഒക്കെ അത്യാവശ്യം ഒരു റീസണബിൾ പ്രൈസിൽ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലും കഫേയോ ചെറിയ റെസ്റ്റോറൻറ്റ്സോ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഫുഡ് നോക്കി നമ്മളങ്ങനെ തപ്പി നടന്ന് സമയം കളയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടേ ഇല്ല. നമ്മളിങ്ങനെ പോകുന്ന വഴി ചിലപ്പോൾ നല്ല സണ്ണി ആയിരിക്കും, ഇടയ്ക്കിങ്ങനെ മഴ ചാറും, അങ്ങനെ ഭയങ്കര ഒരു ഫ്ലക്ച്വേറ്റിംഗ് വെതറായിരുന്നു. അതൊന്നും പക്ഷേ നമ്മുടെ ആ ഒരു എൻജോയ്മെൻറ്റിനെ ബാധിച്ചേ ഇല്ല. ഞങ്ങളിങ്ങനെ ലേക്ക് ടെക്കാപ്പു പോകുന്ന വഴി വീണ്ടും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ്. ഇത് ലേക്ക് ടെക്കാപ്പുവിൻ്റെ വളരെ അടുത്താണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സ്ഥലമല്ല. അപ്പോൾ നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ ഈ പൂക്കൾ കണ്ടു. പിന്നെ ഇതിനോട് ചേർന്ന് കുറേ വണ്ടികളും ആളുകളും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി പിന്നെ ഒരു യൂട്ടേണൊക്കെ എടുത്ത് തിരിച്ചു വന്നതാണ്. ഇത് ഒരു വൈൽഡ് ഫ്ലവറാണ്. ഇതിന് നല്ലൊരു ഫ്രാഗ്രൻസും ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ വലിയൊരു ഫീൽഡാണ്. നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇതിൽ കുറച്ച് നേരം കറങ്ങി നടന്ന് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ നിർത്തിയൊരു സ്ഥലമാണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഇന്നത്തെ ഒരു ഡേയുടെ ഹൈലൈറ്റ് ആയി എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മൾ ലേക്ക് ടെക്കാപ്പു എത്തി. ആ കാണുന്നതാണ് ലേക്ക് ടെക്കാപ്പു. ഈ ലേക്കിൻ്റെ ഒരു കളറുണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഒരു മിൽക്കി ടർക്കോയിസ്, അങ്ങനെയാണ് ഈ ഒരു കളറിനെ പറയുന്നത്. അത്ര രസമുള്ളൊരു ബ്ലൂ ആണ് കേട്ടോ. അതുപോലെ ഈ ലേക്കിൻ്റെ മറ്റൊരു ഹൈലൈറ്റാണ് ഇതിനോട് ചേർന്നുള്ള ഗുഡ് ഷെപ്പേർഡ് ചേർച്ച്. ഒരു ചെറിയ പള്ളിയാണ്. അപ്പോൾ ഈ ഒരു ചേർച്ച് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ലേക്ക്, പിന്നെ നമുക്ക് ആ ഒരു ബ്രിഡ്ജൊക്കെ ഇല്ലേ, ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തങ്ങ് പോയാൽ അവിടെ ഒത്തിരി ഈട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളും ബുദ്ധിമുട്ട് അവിടെ ഭയങ്കര കാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ കുറേ ഇങ്ങനെ നടക്കാനും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ആ ബ്രിഡ്ജ് വരെയൊക്കെ അങ്ങനെ പോയിട്ട് അങ്ങനെ തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പം ശരിക്കും കുറച്ചുകൂടെ നല്ല വെതറായിരുന്നെങ്കിൽ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. നമ്മളങ്ങനെ ലേക്ക് ടെക്കാപ്പുവിൽ നിന്നും തിരിച്ച് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ നല്ല ഭംഗി, ഒന്നും പറയാനില്ല. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടുത്തെ ഒരു വെള്ളത്തിൻ്റെ കളറാണ്. നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ചെറിയ മഴയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ പോയി. പക്ഷെ നല്ല കാറ്റുണ്ട്. പക്ഷെ എന്നാലും തണുപ്പൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ മൗണ്ട് കുക്കിലോട്ടാണ് പോകുന്നത്. നമ്മളങ്ങനെ ലേക്ക് ടെക്കാപ്പുവിനോട് ബൈ ബൈ പറഞ്ഞ് ഇനി നമ്മൾ മൗണ്ട് കുക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ലേക്ക് ടെക്കാപ്പു എന്താ പറയുക, ട്രൂലി ബ്രെത്ത് ടേക്കിംഗ്, ഭയങ്കര രസമായിരുന്നു. ഇനി ഇവിടുന്ന് നമ്മൾ മൗണ്ട് കുക്കിലോട്ടുള്ള ആ ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അതും അമേസിങ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ന്യൂസിലാൻഡ് ജേർണിയിൽ നമുക്ക് തോന്നിയത് ഇവിടുത്തെ നമ്മൾ എങ്ങോട്ട് വണ്ടി എടുത്ത് പോയാലും ഭയങ്കര സീനിക്കായിട്ടുള്ള ഡ്രൈവാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ വളവ് തിരിയുമ്പോഴും നമ്മളിങ്ങനെ വാ അതുപോലെയാണ്. ഇതൊരു തുടക്കം മാത്രം, നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ ഈ മൗണ്ട് കുക്കിലോട്ട് പോകുന്ന വഴി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു. ആൻഡ് നമ്മുടെ ഒരു ജേർണി വലിയ മലനിരകളുടെ ഉള്ളിൽ കൂടെയാണ്. അത് നമുക്ക് ഈ ഒരു വീഡിയോയിലൊന്നും അതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. മഴ പെയ്യുമ്പോൾ നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ മഴ ആ ഒരു മൗണ്ടൻസിന് ആഡ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു ഡെപ്തും ഒരു ഗാംഭീര്യം എന്ന് പറയില്ലേ, അതുകൊണ്ട് ഭയങ്കര ഒരു എൻജോയബിൾ, ഭയങ്കര ഒരു ഡിഫറെൻ്റായി ഫീൽ ചെയ്ത ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഒരു ഭയങ്കര മെമ്മറബിൾ വൺ. പക്ഷേ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര മഴയായി. ഞങ്ങളങ്ങനെ മൗണ്ട് കുക്ക് എത്തിയപ്പം ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ പെരും മഴയാണ്. അപ്പം നമ്മളിനി ഇവിടെയാണ് ഹുക്കർ വാലി ട്രാക്ക്. അതാണ് ഇവിടുത്തെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ. അത് കുറച്ചധികം നടക്കാനുണ്ട്. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് നടന്നിട്ട് തിരിച്ചു വരാം, അല്ലെങ്കിൽ ഫുൾ ട്രിപ്പ് നടക്കാം, അങ്ങനെയൊക്കെ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്കാണ്. അപ്പം അത് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്.
പക്ഷെ ഇപ്പോൾ ഈ മഴ കണ്ടിട്ട് ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. കുറച്ച് നേരമായി, ഞങ്ങൾ 10-15 മിനിറ്റ് എവിടെയെങ്കിലും ഇരിക്കുന്നു. ഒരു കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് മഴ കുറയുകയാണെങ്കിൽ അതിലേക്കൊന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. നമ്മൾ 3-4 മാസം മുന്നേ ആണ് കേട്ടോ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ സമ്മറാണല്ലോ ഒരു ബെസ്റ്റ് ടൈം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പ്ലാൻ ചെയ്തത്. എന്നിട്ടും ഇത്രയും മഴ കാരണം ഇത് ഭയങ്കര ആഗ്രഹമുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ഒരു ഹുക്കർ വാലി ട്രാക്ക്. അവിടെ പോകാൻ പറ്റില്ലല്ലോ എന്നോർത്തപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ തോന്നി. എന്നാലും വീണ്ടും ആ ഒരു ഡ്രൈവ് നമ്മുടെ ആ ഒരു സങ്കടം ഇല്ലാതാക്കി എന്ന് പറയാം. നമ്മൾ മൗണ്ട് കുക്കിൽ നിന്ന് തിരിച്ച് വരുമ്പോഴും കുറേ ദൂരം മഴയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്ന ആ ഒരു മൗണ്ട് കുക്ക് റീജിയൻ അങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ കുറഞ്ഞു, കാലാവസ്ഥയൊക്കെ മൊത്തത്തിലങ്ങ് മാറി. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രൈവ് ചെയ്യുന്നത് ഒരു ലേക്ക് പുക്കാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേക്കാണ്, കുറേ ദൂരം വൺ സൈഡ്. അതും നല്ല രസമാണ്, നല്ല ബ്ലൂ വാട്ടറൊക്കെ ആയിട്ട്. നമ്മളങ്ങനെ മൗണ്ട് കുക്കിൽ നിന്നും ടിപ്സലിലോട്ട് പോവാണ് കേട്ടോ. മൗണ്ട് കുക്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നല്ല മഴയായിരുന്നത് കാരണം. അപ്പോൾ ഇവിടെ ഈ ലേക്ക് പുക്കാക്കി, അതാണ് ഈ ഒരു ലേക്കിൻ്റെ പേര്. ലേക്ക് ടെക്കാപ്പോയിൽ നിന്ന് മൗണ്ട് കുക്കിലോട്ട് പോകുമ്പോൾ മുഴുവൻ ഒരു സൈഡ് ലേക്കാണ്, നല്ല അടിപൊളി വ്യൂ ആണ്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ചെറിയ മഴയായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ മഴയൊക്കെ നിന്നു. അപ്പോൾ 1-2 സീനിക് സ്പോട്ടിലൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മളിനി നേരെ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോവാണ്. ഇന്നത്തെ നമ്മുടെ സ്റ്റേ ട്വിസൽ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ടൗണിലാണ്. അപ്പോൾ ഞങ്ങളൊരു 4 മാസം മുന്നെയാണ് കേട്ടോ ഈ ഒരു ബുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. ഈ അക്കോമഡേഷനൊക്കെ കിട്ടാനായിട്ട് നല്ല പാടായിരുന്നു. നമ്മൾ ആ ഒരു സമയത്ത് നോക്കുമ്പോൾ തന്നെ ലാസ്റ്റ് 1 or 2 ഓപ്ഷൻസ് അതാണ് നമ്മൾ പിക്ക് ചെയ്തത്. ഇത് ഒരു Airbnb വഴി നമ്മൾ ബുക്ക് ചെയ്ത ഒരു അക്കോമഡേഷനാണ്. ഇതും നല്ലൊരു വീടായിരുന്നു. ഇതൊരു 3 ബെഡ്റൂം 2 ലിവിങ് റൂമും കിച്ചനും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സ്റ്റേ ആയിരുന്നു. ഇത് അഗെയിൻ നമ്മൾ ഒരു ദിവസത്തേക്ക് ഇന്നൊരു ഈവനിങ്ങിന് വേണ്ടി മാത്രമാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും Airbnb ആണ്. കാരണം നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടാവും, അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടാണെങ്കിലും കുക്ക് ചെയ്യാനോ ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കാനോ ഇങ്ങനെ Airbnb ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സൗകര്യമാണ്. പക്ഷേ നമ്മളിങ്ങനെ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഉള്ളതിൽ നിന്നും നമുക്ക് പറ്റുന്നത് നമ്മൾ പിക്ക് ചെയ്തു. അപ്പോൾ ഞാൻ വന്ന പാടെ നല്ലൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ നമുക്കിവിടെ ഗ്രോസറിക്കൊന്നും അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇന്ന് 25th ഡിസംബർ ആയിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് ഫുഡാണെങ്കിലും ഗ്രോസറി ആണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ഒന്നും വന്നില്ല. ഇവിടെ ട്വിസൽ ടൗൺ സെൻറ്ററിൽ 1-2 റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ഫുഡ് മേടിച്ചുകൊണ്ട് വരാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് പിന്നെ അവിടെ പോയി ഒരു തായ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പട്ടായും ചിക്കൻ ഫ്രൈഡ് റൈസും ഒക്കെ മേടിച്ചു. അടിപൊളി ഫുഡായിരുന്നു. പ്രൈസ് ആണെങ്കിലും $26-27 ന്യൂസിലൻഡ് ഡോളേഴ്സ്. അത് നമ്മൾ നോക്കുമ്പോൾ ഒരു $22 ഓസ്ട്രേലിയൻ ഡോളറാണ്. എനിക്ക് പ്രൈസ് നല്ല റീസണബിൾ ആയിട്ട് തോന്നി. കാരണം ഇങ്ങനെ കുറച്ച് ഉള്ളിലോട്ടുള്ള ചെറിയ ടൗണല്ലേ. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെയായിരുന്നു നമ്മുടെ ഡേ 2 ഇൻ ന്യൂസിലൻഡ്. ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.